യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് ശബ്ബത്ത് നാളിൽ ആയിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവൻ അവരോട്, അവൻ എന്റെ കണ്ണിന്മേൽ ചേറ് തേച്ച് ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാർ ചിലർ, ഈ മനുഷ്യൻ ശബ്ബത്തിൽ പ്രമാണിക്കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലേ എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടാക്കി. അവർ പിന്നെ, കുരുടനായ നിന്റെ കണ്ണ് തുറന്നത് കണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവൻ ഒരു പ്രവാചകനെന്ന് അവർ പറഞ്ഞു. കാഴ്ച പ്രാപിച്ചവന് അമ്മയപ്പന്മാരെ വിളിച്ചു ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്ന് കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവൻ ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ തങ്ങളുടെ മകൻ എന്നും കുരുടനായി ജനിച്ചവൻ എന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അവന്റെ കണ്ണ് ആർ തുറന്നു എന്ന് അറിയുന്നില്ല. അവനോട് ചോദിപ്പിൻ, അവനും പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞു. അവന് ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണം എന്നും യഹൂദ്യന്മാർ തമ്മിൽ പറഞ്ഞതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മയപ്പന്മാർ, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞു.